കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 നവംബർ മാസം 12-ാം തീയതി ബുധനാഴ്ച. അന്നാണ് പ്രശസ്തമായ മണ്ണാർശാലയിലെ ആയില്യം. 11-ാം തീയതി പൂയമാണ്. കേരളത്തിലെ നാഗക്ഷേത്രങ്ങളുടെ കൂട്ടത്തിൽ വളരെയധികം മഹത്തായ ഒരു സ്ഥാനം വഹിക്കുന്ന ഒരു നാഗരാജ ക്ഷേത്രമാണ് മണ്ണാർശാല. ആലപ്പുഴ ജില്ലയിലാണ് മണ്ണാർശാല എന്ന നാഗക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഹരിപ്പാട് ശ്രീ വേലായുധസ്വാമി ക്ഷേത്രത്തിൻ്റെ വളരെ അടുത്തായിട്ടാണ് മണ്ണാർശാല നാഗരാജ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരള ചരിത്രവുമായി ഈ ക്ഷേത്രത്തിന് വളരെയധികം ബന്ധമുണ്ട്. ഒരിക്കൽ പരശുരാമൻ പരദേശങ്ങളിൽ നിന്ന്, അതായത് മറ്റുള്ള ദേശങ്ങളിൽ നിന്ന് ബ്രാഹ്മണരെ കൊണ്ടുവരികയും കേരളത്തിൽ താമസിപ്പിക്കുകയും ചെയ്തു. അതായത് പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് കേരളം എന്നാണ് വിശ്വസിക്കുന്നത്. ആ കേരള നാട്ടിലേക്ക് താമസിക്കുന്നതിനായി മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ബ്രാഹ്മണരെ പരശുരാമൻ കൊണ്ടുവന്നു. ആ കാലത്ത് ആ പ്രദേശത്ത്, അതായത് കേരള ദേശത്ത് മുഴുവനും സർപ്പങ്ങളുടെ ഉപദ്രവം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, വെള്ളത്തിന് ഉപ്പുരസവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വന്ന ബ്രാഹ്മണർക്ക് ഇവിടെ താമസിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായി തീർന്നു. അതുകൊണ്ട് തന്നെ വന്ന ബ്രാഹ്മണരെല്ലാവരും തന്നെ തിരിച്ച് അതേ വഴി തന്നെ അവരുടെ ദേശത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ഇതറിഞ്ഞ പരശുരാമന് വളരെയധികം സങ്കടമുണ്ടാവുകയും അദ്ദേഹം കൈലാസത്തിൽ എത്തിച്ചേർന്ന് ഭഗവാൻ മഹേശ്വരനെ കണ്ട് ഈ വിവരങ്ങളെല്ലാം അറിയിച്ചു. തൻ്റെ ശിഷ്യൻ വന്ന് ഇത്തരത്തിലുള്ള ഒരു സങ്കടം അറിയിച്ചപ്പോൾ ശിഷ്യവത്സലനായ മഹേശ്വരൻ ഇങ്ങനെ അരുളി ചെയ്തു: വിഷമിക്കണ്ട, അങ്ങ് സർപ്പരാജാവായ വാസുകിയെ സേവിച്ച് പ്രസാദിപ്പിക്കുക. അദ്ദേഹം ഇതിനെല്ലാം ഒരു സമാധാനം ഉണ്ടാക്കിത്തരും എന്ന് മഹേശ്വരൻ പരശുരാമനോട് പറഞ്ഞു. സാക്ഷാൽ മഹേശ്വരൻ്റെ കഴുത്തിൽ ആഭരണമായി കിടക്കുന്ന നാഗദേവതയാണ് ആര്? വാസുകി. അതു കേട്ടതും പരശുരാമൻ വീണ്ടും കേരളത്തിൽ വന്ന് വാസുകിയെ തപസ്സു ചെയ്തു. അതികഠിനമായ തപസ്സായിരുന്നു പരശുരാമൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ വാസുകിക്ക് വളരെയധികം സന്തോഷമുണ്ടാവുകയും അങ്ങനെ വാസുകി പരശുരാമൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. എന്നിട്ട് എന്തിനാണ് അങ്ങ് ഇത്രയും ഘോരമായ തപസ്സു ചെയ്തത്? അവിടുത്തെ ആഗ്രഹം എന്താണ് എന്ന് ചോദിച്ചു. വാസുകിയുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ പരശുരാമൻ പറയുകയാണ്: അല്ലയോ വാസുകി, ഈ കേരള ഭൂമിയിൽ ഭവാന്റെ വംശജരും പരിജനങ്ങളും മറ്റുമായ സർപ്പങ്ങളുടെ സാർവത്രികമായ സഞ്ചാരം കൊണ്ടും ഇവിടെയുള്ള വെള്ളമെല്ലാം ലവണരസപൂർണമായിരിക്കുന്നതിനാലും ഈ പ്രദേശത്ത് മനുഷ്യർക്ക് താമസയോഗ്യം അല്ലാതെ ആയിരിക്കുന്നു. അതുകൊണ്ട് ഈ രണ്ട് സംഗതികൾക്കും പരിഹാരമുണ്ടാക്കി ഭവാൻ ഈ പ്രദേശം മനുഷ്യവാസയോഗ്യമാക്കി തരണം. ഇതാണ് എൻ്റെ ആവശ്യം, എൻ്റെ അപേക്ഷ, എൻ്റെ പ്രാർത്ഥന എന്ന് പരശുരാമൻ വാസുകിയോട് പറയുന്നു. പരശുരാമൻ്റെ ഇപ്രകാരമുള്ള ആഗ്രഹം കേട്ടപ്പോൾ വാസുകി ഇപ്രകാരം അരുളി ചെയ്തു: അല്ലയോ പരശുരാമ, ഭവാന്റെ ആഗ്രഹം പോലെ ഈ കേരള ഭൂമിയിലുള്ള വെള്ളത്തിൽ കലർന്നിരിക്കുന്ന ലവണരസമെല്ലാം ഞാൻ ആകർഷിച്ച്
സമുദ്രത്തിലും അതോട് ചേർന്നുള്ള ജലാശയങ്ങളിലും ആക്കാം. സർപ്പങ്ങൾ മിക്കവയും ഭവാൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വനപ്രദേശത്ത് വന്ന് മനുഷ്യർക്ക് ഉപദ്രവം ചെയ്യാതെ താമസിച്ചു കൊള്ളുന്നതിനും, ബാക്കിയുള്ള സർപ്പങ്ങൾ അവർ ഭൂദ്വാരങ്ങളിൽ ഇരുന്നു കൊള്ളുന്നതിനും ചട്ടം കെട്ടിക്കൊള്ളാം. എന്നാൽ കേരളവാസികൾ അവരുടെ വാസഗൃഹങ്ങളുടെ സമീപത്ത് ഓരോ കാവിൻ കൂട്ടങ്ങളുണ്ടാക്കി അതാതു സ്ഥലത്തുള്ള സർപ്പങ്ങളെ ആ കാവുകളിൽ കുടിയിരുത്തുകയും തങ്ങളുടെ കുലദൈവങ്ങളെന്നു വിചാരിച്ച് അവരെ ആദരിക്കുകയും ആചരിക്കുകയും പൂജിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കേരളത്തിൽ താമസിക്കുന്ന മനുഷ്യരോട് ഭവാനും ആജ്ഞാപിക്കണം. അവരെ ആദരിക്കുകയും ആചരിക്കുകയും പൂജിക്കുകയും ചെയ്യാതിരിക്കുകയോ ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിക്കുകയോ ചെയ്താൽ അവർ ഉപദ്രവിക്കുമെന്നും, സർപ്പങ്ങൾ സന്തോഷിച്ചാൽ സന്തതിയും സമ്പത്തും സകലവിധ സുഖങ്ങളും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നതിനും, കോപിച്ചാൽ സകല വിധത്തിലുള്ള അനർത്ഥങ്ങളും ആപത്തുകളും ഉണ്ടാക്കി തീർക്കുന്നതിനും ശക്തിയുള്ളവരാണ് സർപ്പങ്ങൾ എന്നും ഭവാൻ മനുഷ്യരെ ധരിപ്പിക്കണം. ഇപ്രകാരമെല്ലാം ചെയ്താൽ ഈ ഭൂപ്രദേശം മനുഷ്യവാസ യോഗ്യമായിത്തീരും. ഇങ്ങനെ വാസുകി പരശുരാമനോട് പറയുന്നു. ഇപ്രകാരം വാസുകി പറഞ്ഞതെല്ലാം കേട്ടിട്ട് അങ്ങനെയെല്ലാം ചെയ്തു കൊള്ളാമെന്ന് പരശുരാമൻ സമ്മതിക്കുകയും ചെയ്തു. ഇങ്ങനെ അവർ തമ്മിൽ പറഞ്ഞു സമ്മതിച്ചതിനു ശേഷം പരശുരാമൻ പിന്നെയും പരദേശങ്ങളിൽ പോയി ബ്രാഹ്മണരെയും മറ്റുള്ള ആളുകളെയും എല്ലാം ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. അപ്പോഴേക്കും ഇവിടെ വെള്ളത്തിലുണ്ടായിരുന്ന ലവണരസം മുഴുവനും മാറി സർവത്ര ശുദ്ധജലം കാണപ്പെട്ടു. സർപ്പങ്ങൾ മിക്കവയും പരശുരാമൻ തപസ് ചെയ്തുകൊണ്ടിരുന്ന വനത്തിൽ ചെന്ന് താമസമാക്കുകയും ചെയ്തു. ശേഷിച്ചവ പൊത്തുകളിൽ കിടക്കുന്ന സർപ്പങ്ങളായി തീരുകയും ചെയ്തു. അതിനാൽ പരദേശങ്ങളിൽ നിന്ന് വന്നവരാരും തന്നെ മടങ്ങിപ്പോകാതെ കേരളത്തിൽ തന്നെ ഗൃഹങ്ങളുണ്ടാക്കി താമസം ഉറപ്പിച്ചു. പരശുരാമന്റെ ആജ്ഞപ്രകാരം എല്ലാവരും ഒന്നും രണ്ടും അതിലധികവും കാവുകൾ ഉണ്ടാക്കുകയും അവിടെയെല്ലാം സർപ്പങ്ങളെ കുടിയിരുത്തി പൂജിക്കുകയും ചെയ്തു പോന്നു. അതിനുശേഷം പരശുരാമൻ താൻ തപസ്സു ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ചെല്ലുകയും അവിടെ നാഗരാജാവായ വാസുകിയെയും നാഗയക്ഷിയെയും പ്രതിഷ്ഠിക്കുകയും പരിവാരങ്ങളായ മറ്റനേകം സർപ്പങ്ങളെ കുടിയിരുത്തുകയും ചെയ്തു. ആ സർപ്പങ്ങൾ വസിക്കുന്ന സ്ഥലം, ആ സ്ഥലത്ത് സർപ്പക്കാവുകൾ ഉണ്ടാക്കി നിശ്ചയിച്ച് അതിരിട്ട് തിരിക്കുകയും ശേഷം സ്ഥലത്ത് കാട് വെട്ടിത്തെളിച്ച് ഗൃഹങ്ങളുണ്ടാക്കി ജനങ്ങൾ താമസിച്ചു കൊള്ളാൻ അനുവദിക്കുകയും ചെയ്തു. ഈ സർപ്പങ്ങൾക്ക് പതിവായി പൂജ നടത്തുന്നതിനും ഈ കാവ് ആരും വെട്ടി നശിപ്പിക്കാതെ സൂക്ഷിക്കുന്നതിനും മറ്റുമായി കാവിൻ്റെ അതിരിനകത്തു തന്നെ ഒരു ഗൃഹം പണിയിക്കുകയും ഒരു ബ്രാഹ്മണ കുടുംബക്കാരെ അവിടെ താമസിപ്പിക്കുകയും ചെയ്തു. ഈ കാവ് സംബന്ധിച്ചിട്ടുള്ള സർവ്വ അധികാരങ്ങളും അവകാശങ്ങളും ഈ കുടുംബക്കാർക്ക് നിശ്ചയിച്ച് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ കുടുംബക്കാർ ഈ സർപ്പങ്ങളെ തങ്ങളുടെ പരദേവതകൾ ആയി സങ്കൽപ്പിച്ച് പൂജിക്കുകയും സേവിക്കുകയും ചെയ്തു തുടങ്ങി. അതിന് ഇപ്പോഴും യാതൊരു മാറ്റവും അവർ വരുത്തിയിട്ടില്ല. ഈ ഇല്ലക്കാരാണ് മണ്ണാറശാല നമ്പ്യാതിരികൾ എന്ന പേരിൽ
അറിയപ്പെട്ടത്. ഇനി ഈ ഇല്ലത്തിന് അങ്ങനെ ഒരു പേര് വന്നത് എന്തുകൊണ്ട് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. അങ്ങനെ കേരളത്തിൽ സർപ്പങ്ങൾ മൂലമുണ്ടായിരുന്ന ഉപദ്രവങ്ങൾ തീരുകയും ജനങ്ങൾക്ക് സുഖമായി താമസിക്കുന്നതിന് വേണ്ടുന്ന സകല സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തതിനു ശേഷം പരശുരാമൻ തപസ്സിനായി പോവുകയും ചെയ്തു. അതിനുശേഷം അനേക കാലങ്ങൾ കഴിഞ്ഞതിനു ശേഷം മറ്റൊരു സംഭവം ഉണ്ടായി. ഖാണ്ഡവവനം. അർജുനൻ, പാണ്ഡവരിൽ മധ്യമനായ അർജുനൻ ചുട്ടുദഹിപ്പിച്ചതിനാൽ ആ പ്രദേശത്തിന് ചുട്ടനാട് എന്ന പേരുണ്ടാവുകയും അത് കാലക്രമേണ കുട്ടനാട് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. അങ്ങനെ ഖാണ്ഡവവനത്തിന് പിടിച്ച തീയ് അവിടെ നിന്നും കിഴക്കോട്ട് പടർന്നു പിടിച്ച് പരശുരാമൻ പ്രതിഷ്ഠിച്ച സർപ്പങ്ങളുടെ വാസസ്ഥലമായ കാവ് വരെ എത്തിച്ചേർന്നു. ആ കാവിൻ്റെ രക്ഷയ്ക്കായി അവിടെ പരശുരാമൻ സ്ഥാപിച്ച ഇല്ലത്തുണ്ടായിരുന്ന അമ്മമാർ അതുകണ്ട് കാവിന് അഗ്നിബാധ ഉണ്ടാകാതെ ഇരിക്കുന്നതിനായി അടുക്കലുള്ള കുളത്തിൽ നിന്ന് വെള്ളം കോരിയൊഴിച്ചു കൊണ്ടിരുന്നു. അതിനാൽ ആ കാവ് നശിച്ചില്ല. എങ്കിലും അഗ്നിയുടെ ആ ചൂട് തട്ടി മണ്ണിന് ചൂട് പിടിക്കുകയും ആ ചൂട് വളരെയധികം കഠിനമായിരുന്നതിനാൽ സർപ്പങ്ങൾ വളരെയധികം കഷ്ടപ്പെടുകയും ചെയ്തു. അഗ്നി ശമിച്ചിട്ടും മണ്ണിൻ്റെ ചൂട് ആറുന്നത് വരെ അമ്മമാർ വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരുന്നു. മണ്ണിൻ്റെ ചൂട് ആറിയപ്പോൾ ഇപ്പോൾ മണ്ണാറി, അതിനാൽ ഈ സ്ഥലത്തിൻ്റെ പേര് മേലാൽ മണ്ണാറി ശാല എന്നായിരിക്കട്ടെ എന്ന് ആരോ വിളിച്ചു പറയുന്നതായി എല്ലാവരും കേട്ടു. പക്ഷേ അതാരാണ് പറഞ്ഞതെന്ന് ആരും കണ്ടില്ല. അത് സാക്ഷാൽ വാസുകിയുടെ അരുളപ്പാടാണ് എന്ന് എല്ലാവരും കരുതി. അതിനാൽ അക്കാലം മുതൽ തന്നെ ആ സ്ഥലത്തിന് മണ്ണാറിശാല എന്ന പേര് സിദ്ധിക്കുകയും കാലക്രമേണ അത് മണ്ണാർശാല ആയിത്തീരുകയും ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് അടുത്താണ് മണ്ണാറശാല. അക്കാലത്ത് ഇല്ലത്ത് ഒരമ്മയ്ക്ക് പുരുഷ സന്താനം ഇല്ലാതിരിക്കുകയും ഒരു പുത്രൻ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി കുടുംബ പരദേവതകളായ സർപ്പങ്ങളെ ഭക്തി പുരസരം പ്രാർത്ഥിച്ചുകൊണ്ട് ജപിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയായിരുന്നു ആ അമ്മ. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ അമ്മ ഗർഭം ധരിക്കുകയും അമ്മ യഥാകാലം 2 കുട്ടികളെ ഒരുമിച്ച് പ്രസവിക്കുകയും ചെയ്തു. അതിൽ ഒന്ന് ഒരു മനുഷ്യക്കുട്ടിയും മറ്റേത് ഒരു സർപ്പക്കുട്ടിയുമായിരുന്നു. മനുഷ്യക്കുട്ടി ആൺകുട്ടിയായിരുന്നു. ആ സർപ്പശിശു പെട്ടെന്ന് തന്നെ വളർന്ന് സംസാരിച്ചു തുടങ്ങി. അതായത് പ്രസവിച്ച ഉടൻ തന്നെ ആ സർപ്പശിശു അമ്മയോട് സംസാരിച്ചു. അമ്മേ, സർപ്പങ്ങൾക്കെല്ലാം ഈ കുടുംബക്കാരോട് വളരെയധികം സ്നേഹവും വാത്സല്യവും സന്തോഷവുമുണ്ട്. എന്നാൽ ഇവിടെയുള്ള സ്ത്രീ ജനങ്ങളോടാണ് ഞങ്ങൾക്ക് അധികം താല്പര്യം. അതിനു കാരണം ഞങ്ങളെയെല്ലാം അഗ്നിബാധയിൽ നിന്ന് രക്ഷിച്ചത് ഈ കുടുംബത്തിലുള്ള സ്ത്രീകളാണ്. പ്രാണരക്ഷയാണ് അമ്മമാർ ഞങ്ങളോട് ചെയ്തത്. അതുകൊണ്ട് അതിനുള്ള സ്നേഹവും നന്ദിയും ഞങ്ങൾക്ക് ഇവിടെയുള്ള സ്ത്രീജനങ്ങളോട് വളരെയധികം ഉണ്ട്. അതിനാൽ ഇവിടെ സർപ്പങ്ങളുടെ പൂജയും മറ്റും അമ്മമാരിൽ അന്നന്ന് മൂത്തയാൾ തന്നെ നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അമ്മമാർ ഭർത്താവ് ഉള്ള അവസ്ഥയിലിരുന്നാലും അവർ മൂപ്പ് സിദ്ധിക്കുന്ന ദിവസം മുതൽ ബ്രഹ്മചര്യാവ്രതത്തോടുകൂടി ഇരിക്കുകയും ചെയ്യണം. സർപ്പങ്ങളുടെ പൂജയും മറ്റും ഇപ്പോൾ നടത്തിവരുന്ന രീതിക്ക് സ്വല്പം ഭേദഗതികൾ ചെയ്യാനുമുണ്ട്. അവയെല്ലാം
ഞാൻ ഉപദേശിച്ച് തരാം. ഇവിടെയുള്ള അമ്മമാരിൽ ഇപ്പോൾ മൂപ്പ് എൻ്റെ അമ്മയ്ക്കാണല്ലോ. അമ്മയുടെ പ്രസവ ചികിത്സകളെല്ലാം കഴിയുകയും ശരീരം ശുദ്ധമാവുകയും ചെയ്താൽ പിന്നെ അമ്മ തന്നെ സർപ്പങ്ങളുടെ പൂജയും മറ്റും നടത്തണം. അമ്മയ്ക്ക് പൂജയും മറ്റും നടത്തുവാൻ വയ്യാത്ത കാലത്ത് അടുത്ത മൂപ്പുസ്ഥാനം ആർക്കാണ് എന്ന് വെച്ചാൽ അവർക്കു ഞാൻ അമ്മയ്ക്കായി ഉപദേശിച്ചു തന്ന കാര്യങ്ങളെല്ലാം അമ്മ ഉപദേശിച്ച് കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ തലമുറകൾ തോറും ചെയ്തുകൊണ്ടിരിക്കണം. ഈ കുടുംബത്തിൽ ജനിച്ച ഞാൻ ഈ സ്ഥലം വിട്ട് കാവിൽ പോയിരിക്കുന്നില്ല. ഈ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. എന്നെ ആരും ഉപദ്രവിക്കരുത്. ഞാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ആരും കയറി വരികയും ചെയ്യരുത് എന്നു പറഞ്ഞ് ആ സർപ്പബാലൻ പൂജാക്രമങ്ങളും മന്ത്രങ്ങളുമെല്ലാം തൻ്റെ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്തിട്ട് ഇല്ലത്തിൻ്റെ നിലവറയിൽ കയറി ഇരിപ്പായി. സർപ്പബാലൻ കയറിയിരുന്ന നിലവറയ്ക്കകത്ത് അതിൽ പിന്നെ മനുഷ്യരാരും കടന്നിട്ടില്ല. നിലവറയുടെ വാതിൽ എപ്പോഴും അടച്ചാണ് ഇട്ടിരിക്കുന്നത്. ചില പ്രത്യേക പൂജാകർമ്മങ്ങൾക്കല്ലാതെ ആ നിലവറയുടെ വാതിൽ തുറക്കാറില്ല. ഇപ്പോൾ വാതിൽ തുറന്നു നോക്കിയാൽ അവിടെ പുറ്റുകളല്ലാതെ മറ്റൊന്നും കാണാൻ സാധിക്കുകയും ഇല്ല. പഴക്കം കൊണ്ട് ഇല്ലത്തിന് ചില അറ്റകുറ്റപ്പണികൾ ചെയ്യും എങ്കിലും നിലവറ ഒന്നും തന്നെ ചെയ്യാറില്ല. നിലവറ പൂർവസ്ഥിതിയിൽ വെച്ചിട്ടാണ് ചുറ്റുപാടുമുള്ള മറ്റ് പരിഷ്കാരങ്ങളെല്ലാം, അതായത് മറ്റെന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാറുള്ളത്. സർപ്പശിശുവിനോട് കൂടി ജനിച്ച ആ ബാലൻ പുരുഷപ്രായമായതിനു ശേഷം നാഗരാജാവിനും നാഗയക്ഷി അമ്മയ്ക്കും മറ്റും പ്രത്യേകം അമ്പലങ്ങൾ പണിയിക്കുകയും കലശം മുതലായവ നടത്തിക്കുകയും ചെയ്തു. ആ അമ്പലത്തിനാണ് ഇപ്പോൾ മണ്ണാറശാല ക്ഷേത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ആ മണ്ണാറശാല ക്ഷേത്രം അന്ന് ആ സർപ്പശിശുവിനോട് കൂടി ജനിച്ച ബാലൻ നിർമ്മിച്ച ക്ഷേത്രമാണ്. ആ കാവുകളിൽ ഉള്ള നാഗദേവതകളെ കുടിയിരുത്തിയത് പരശുരാമനാണ്. ആ അമ്മയുടെ കൂടെ ജനിച്ച സർപ്പശിശു ഇന്നും മണ്ണാറശാല ഇല്ലത്തിനകത്തുള്ള ആ നിലവറയ്ക്കകത്ത് ഇരിപ്പുണ്ട്. അവിടെയും നമ്മൾ തൊഴുത് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ മണ്ണാർശാല ഇല്ലത്തു നിന്നും പണ്ടൊരിക്കൽ ഒരു കന്യകയെ കായംകുളത്തിന് സമീപത്തുള്ള വെട്ടിക്കോട് എന്ന സ്ഥലത്തേക്ക് വിവാഹം കഴിച്ച് കൊടുത്തു. അവിടെയുള്ള ഒരു ഇല്ലത്തിലേക്ക് വിവാഹം കഴിച്ച് കൊടുത്തു. സ്ത്രീധനമായി കൊടുത്തുവിട്ടത് ഒരു സർപ്പത്തിനെയായിരുന്നു. സർപ്പത്തെ ഒരു ഓലക്കുടയുടെ മുളങ്കാലിനകത്ത് കയറ്റിയാണ് കൊടുത്തുവിട്ടത്. വധുവിനായി കൊടുത്തുവിട്ട ആ സർപ്പത്തിനെ വരൻ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും ഇല്ലത്തു ചെന്നപ്പോൾ ആ സർപ്പത്തെ അവിടേക്ക് തുറന്ന് വിടുകയും ആ സർപ്പം അവിടുത്തെ നിലവറയ്ക്കുള്ളിൽ കയറി ഇരിപ്പാവുകയും ചെയ്തു. എന്ന് മാത്രമല്ല, ആ സ്ഥലത്തും മണ്ണാറശാലയിലെ പോലെ കാവും കുളവുമെല്ലാം ഉണ്ടാക്കി സർപ്പപ്രതിഷ്ഠകൾ നടത്തണമെന്ന് നിർബന്ധപൂർവം ആ സർപ്പം ആവശ്യപ്പെടുകയും ചെയ്തു. അതിനാൽ ആ ഇല്ലക്കാർ അപ്രകാരമെല്ലാം ചെയ്യുകയും അതിനാൽ മേപ്പള്ളി മണ്ണാർശാലയുടെ ഒരു പ്രതിബിംബം പോലെ ആയിത്തീർന്നു. ആ ഇല്ലമാണ് മേപ്പള്ളി ഇല്ലം. മണ്ണാർശാല പോലെ തന്നെയുള്ള മറ്റൊരില്ലമാണ് ഏതെന്ന് പറയുന്നത് മേപ്പള്ളി ഇല്ലവും. ഇവിടുത്തെ സർപ്പം തന്നെയാണ് അവിടെ പോയി ഇരിക്കുന്നതും. അതുകൊണ്ട് വിശേഷിച്ചുള്ള എല്ലാ പൂജകളും രണ്ടു സ്ഥലത്തും ഒരേ ദിവസം ഒരുപോലെയാണ് നടത്തുന്നത്. രണ്ട് കുടുംബക്കാരും തമ്മിൽ ആലോചിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒരേ ദിവസം ഒരേപോലെയുള്ള പൂജകൾ, അതാണ് രണ്ട് സ്ഥലത്തും പതിവ്.
ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് മണ്ണാർശാല ഇല്ലത്തിൻ്റെ പ്രാധാന്യവും കഥയുമൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കേരളത്തിലുള്ള സകലമാന മനുഷ്യരുടെയും പരദേവത എന്ന് പറയുന്നത് നമ്മളെല്ലാം ഒരുപോലെ നിർബന്ധമായും പ്രാർത്ഥിക്കേണ്ടുന്ന ദേവത അത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സർപ്പദേവതകളെയാണ്. നമ്മളിൽ പലർക്കും ഗുരുവായൂരപ്പനെ ആയിരിക്കും ഏറ്റവും ഇഷ്ടം, അല്ലെങ്കിൽ മഹേശ്വരനെ ആയിരിക്കും ഏറ്റവും ഇഷ്ടം, ചിലർക്ക് ഗണപതി ഭഗവാനെ ആയിരിക്കും, ഒക്കെ ആയിക്കോട്ടെ, നമ്മുടെ ഇഷ്ടം. ഓരോരുത്തർക്കും ആരെ പ്രാർത്ഥിക്കണം, എങ്ങനെ വേണം എന്നുള്ളതൊക്കെ അവരവരുടെ ഇഷ്ടം. പക്ഷേ കേരളത്തിലുള്ള സകലമാന മനുഷ്യരും നിർബന്ധമായും നാഗരെ പ്രാർത്ഥിക്കണം, പ്രത്യേകിച്ച് വാസുകിയെ. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ പ്രദേശത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സർപ്പങ്ങളാണ്. വാസുകിയും പരിവാരങ്ങളുമാണ് ഈ പ്രദേശത്തിൻ്റെ ഉടമകൾ. അവരിവിടെ വളരെ യഥേഷ്ടം സഞ്ചരിച്ചുകൊണ്ട് ഇരിക്കുന്ന ആളുകളായിരുന്നു. നമുക്ക് ജീവിക്കുവാൻ വേണ്ടി ചില പ്രത്യേക പ്രദേശങ്ങളിലേക്ക് അവർ മാറി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആ നന്ദിയും കടപ്പാടും നമ്മളെപ്പോഴും അവരോട് കാണിക്കണം, അവരെ ബഹുമാനിക്കണം, സ്നേഹിക്കണം, പൂജിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഭൂമിയിൽ സമാധാനമായും സ്വസ്ഥമായും ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. സർപ്പപൂജ ചെയ്യുക, സർപ്പങ്ങളെ പൂജിക്കുക, സർപ്പങ്ങൾക്ക് വേണ്ട ആരാധനകൾ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശുദ്ധമായും വൃത്തിയായും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ അനുഗ്രഹം അളവില്ലാത്ത രീതിയിൽ നമുക്ക് ലഭിക്കും. സന്തതികളുണ്ടാകും, സന്തതികൾക്ക് ഐശ്വര്യമുണ്ടാകും, ഭൂമി ഉണ്ടാകും, ഭൂമിയിൽ നിന്ന് സമ്പത്തുണ്ടാകും. അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നമുക്കുണ്ടാകും. പ്രധാനമായും ദാരിദ്ര്യം എന്ന ഒരു വാക്ക് നാഗദേവതകളെ പൂജിക്കുന്ന ഒരാൾക്കും ഉണ്ടാവുകയില്ല. ഒരു പിടി അരിയെങ്കിലും അവരുടെ അടുക്കളയിൽ എപ്പോഴും കാണും. പട്ടിണി എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഉണ്ടാവുകയില്ല. എന്നാൽ സർപ്പങ്ങൾ ദേഷ്യപ്പെട്ടാൽ, അവർ കോപിച്ചാൽ ദാരിദ്ര്യം, സന്തതികൾക്ക് നാശം, ആ മണ്ണിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥ, സാമ്പത്തിക ദുരിതങ്ങൾ, രോഗദുരിതങ്ങൾ, പ്രത്യേകിച്ച് തൊലിപ്പുറത്ത് കണ്ണിന് ഒക്കെയുള്ള രോഗദുരിതങ്ങൾ അത് ഉണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് എല്ലാ മനുഷ്യരും നിർബന്ധമായും നാഗദേവതകളെ പ്രാർത്ഥിക്കണം, പൂജിക്കണം. അവരവരുടെ വീടുകളിൽ കാവുകൾ ഉണ്ടെങ്കിൽ, അവരവരുടെ കുടുംബക്ഷേത്രങ്ങളിൽ നാഗദേവതകൾ ഉണ്ടെങ്കിൽ നിർബന്ധമായും അവരെ പ്രാർത്ഥിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവുകയുള്ളൂ. എല്ലാവർക്കും മണ്ണാർശാല ഇല്ലത്തിൻ്റെ മഹാത്മ്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.